ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് നല്ല കാറ്റും മഴയാണ്. വലിയ രീതിയിൽ മഴയില്ല, പക്ഷെ കാറ്റ് ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. എല്ലായിടത്തും കാറ്റും മഴയൊക്കെ ഉണ്ടെന്ന് അറിയാം. നിങ്ങളെല്ലാവരും ഇവിടെ മഴ കൂടുതലാവുന്ന സമയത്ത് എല്ലാവരും കമൻറ്റിലൂടെ ചോദിക്കുന്നതാണ്, അജി സേഫ് ആണോ? പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കലുണ്ട് കേട്ടോ. എല്ലാവർക്കും മഴ വരുമ്പോൾ ചിലരൊക്കെ പറയലുണ്ട് മഴ മഴ കൂടുതലാകുമ്പോൾ അജീനെയാണ് ഞങ്ങൾ ഓർക്കുക എന്നൊക്കെ പറയലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ഒരു രക്ഷയില്ലാത്ത കാറ്റായിരുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. രാവിലെ തന്നെ എണീറ്റ പാടെ ഞങ്ങൾ പുറത്തേക്ക് വന്നതാണ്. കാരണം രാത്രി ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് എന്തൊക്കെയോ ഒടിഞ്ഞു വീഴുന്നതൊക്കെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും മഴയും കാറ്റുമായിരുന്നു. അപ്പോൾ രാവിലെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതാണ് കേട്ടോ. അതിനകത്ത് ഏറ്റവും വിഷമം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഇവിടെ ഒരു ലിച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ അവിടെ ഉള്ളതായിട്ട് പോലും ഇപ്പോൾ കാണുന്നില്ല. ഏറ്റവും രാവിലെ എണീറ്റപ്പോൾ ഞങ്ങൾക്കും പെട്ടെന്ന് മനസ്സിലായില്ല എന്താണ് അവിടെ, എന്തോ ഒരു ഒഴിവ് ഇങ്ങനെ കാണുന്നുണ്ട്, എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. കാരണം അവിടെ അവിടെ ഒരു ലിച്ചി അത്യാവശ്യം നല്ല വലിപ്പമുള്ള മരമായിരുന്നു. എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും. ഞാൻ അതിൻ്റെ ചുവട്ടിൽ വന്നിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചോടോടുകൂടി അങ്ങ് പോയി കേട്ടോ. അതിൻ്റെ അടിയിൽ ചെറിയൊരു കഷ്ണം ഇങ്ങനെ, അതിൻ്റെ ഒരു തണ്ടിൻ്റെ ഒരു ഭാഗം അവിടെ ഉണ്ട് എന്നുള്ളതിനൊരു തെളിവായിട്ട് ഒരു കുഞ്ഞു ഭാഗം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവിടെ അത് കാണാനായിട്ട്. 6 വർഷമായിട്ട് ഞങ്ങൾ നോക്കി വളർത്തിയെടുക്കുന്നതാണ്. അപ്പോൾ അത് ഏറ്റവും അത്ഭുതം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ആരോ വെട്ടി മാറ്റിയിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുവച്ചതുപോലെയാണ് കേട്ടോ അതുള്ളത്. ഞങ്ങൾ അപ്പുറത്തൊരു പ്ലോട്ട് ഉണ്ട്. ആ പ്ലോട്ടിലേക്ക് ഇത് കണ്ടോ, ഇത് ഞങ്ങൾ വലിച്ചിട്ടൊന്നും അല്ല കേട്ടോ, ഇവിടം വരെ എത്തിച്ചതാണ് കാറ്റ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മരമാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 6 വർഷമായിട്ട് നോക്കി വളർത്തുന്നതാണ്. ഇത് എന്നേക്കാളും കൂടുതൽ സങ്കടം അമ്മയ്ക്കും അനിയനുമാണ് കേട്ടോ. അവരാണ് ഇതിനെ എന്താ പറയുക, ഒരു കുട്ടിയെ നോക്കുന്ന പോലെ എല്ലാ സംഭവങ്ങളും നട്ട് നനച്ച് അങ്ങനെ നോക്കിയെടുക്കുന്നത് അവരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഇത് കാണുമ്പോൾ ഒരു ഭംഗിയാണ്. ആര് വരുമ്പോഴാണെങ്കിലും ചോദിക്കും കേട്ടോ, ഇതേതാണ് മരം എന്ന് എല്ലാവരും ചോദിക്കും. പിന്നെ ഞാനിപ്പോൾ വീഡിയോയിലൂടെ ആണെങ്കിലും ഒരുപാട് വീഡിയോയിലൊക്കെ കാണിക്കുന്ന സമയത്ത് കുറേ പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കും കേട്ടോ, അജി അതേതാണ് മരം എന്ന് വെച്ചാൽ. കായൊന്നും ആയിട്ടില്ലല്ലോ. എനിക്ക് തോന്നുന്നു അടുത്ത വർഷം കൊണ്ട് ഇത് കായ്ക്കും തോന്നുന്നു. അത്ര മാത്രം ആയിട്ടുണ്ടായിരുന്നു. 6 വർഷമായി, ഏകദേശം 6 വർഷം. ഒരു കുഞ്ഞു തൈ ഞങ്ങൾ ദൂരത്തുനിന്ന് കൊണ്ടുവന്നിട്ട് നട്ടതാണ് കേട്ടോ. അപ്പോൾ നഴ്സറിയിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചിട്ട് നട്ടതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നിയിട്ട് രാവിലെ തന്നെ ഇത് കണ്ടപ്പോഴാണ് ഏറ്റവും കൂടുതൽ സങ്കടമായത്. ഇപ്പോൾ ഞങ്ങളുടെ അവിടെ ആ വീട് പണിയുന്ന സമയത്താണെങ്കിലും നമ്മൾ ആ ഒരു റോഡിൻ്റെ സൈഡിലാണല്ലോ ഉള്ളത്. അപ്പോൾ വലിയ വലിയ വണ്ടികളൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഗ്രീൻ നെറ്റൊക്കെ കെട്ടിയിട്ട് ഞങ്ങൾ അതിനെ അങ്ങോട്ടേക്ക് ചായച്ച് നിർത്തുമായിരുന്നു കേട്ടോ. വണ്ടി തട്ടാതെ അതിനെ അങ്ങനെ നോക്കിക്കൊണ്ടുതന്നെയാണ് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ നല്ല സങ്കടമുണ്ട്. പിന്നെ ലിച്ചി ഞാൻ ഇതുവരെ അതിൻ്റെ ഫ്രൂട്ട്സോ കാര്യങ്ങളോ കണ്ടിട്ടില്ല, കഴിച്ചിട്ടുമില്ല. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കൂട്ടോ. അപ്പോൾ നല്ല രസമാണ് കാണാൻ. ഒരുപാട് പേര് ഇങ്ങനെ ഇതിൻ്റെ കൃഷിയൊക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് കായ്ച്ച് കാണാനുള്ള ആ ഒരു വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ സങ്കടത്തിനാണ്. വ്ളോഗൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എണീറ്റ് വന്നതാണ്. പക്ഷേ കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി കേട്ടോ. പിന്നെന്താ വെച്ചാൽ കുറച്ച് മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട്. പിന്നെ അറിയാലോ, നമ്മുടെ ഈ ഒരു സ്ഥലം മണ്ണിടിച്ചിലൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഇത് അത്ര ഭീകരമായിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ഇത് ഓൾറെഡി കുറച്ച് ഇടിഞ്ഞ് നിൽക്കുന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് കുറച്ചും കൂടി മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് കാണുമ്പോഴുള്ള പേടി എന്താണെന്ന് വെച്ചാൽ, മണ്ണിടിച്ചിലൊക്കെ തുടങ്ങിയോ എന്നുള്ളൊരു പേടി ഉണ്ട് കേട്ടോ ഉള്ളിൽ. ഇത് നമ്മുടെ വീടിൻ്റെയും തറവാടിൻ്റെയും നടുക്ക് വരുന്ന ഒരു തിണ്ടാണ് കേട്ടോ. അത് ഞങ്ങൾ മണ്ണിന് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വെച്ചിട്ട്, നമുക്ക് മുറ്റമൊക്കെ റെഡിയാക്കുമ്പോൾ മണ്ണിൻ്റെ ആവശ്യം വരും. അപ്പോൾ വേറെ സ്ഥലത്തുനിന്ന് മണ്ണെടുക്കൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി നിർത്തിയിട്ടുള്ള ഒരു തിണ്ടാണ് കേട്ടോ. ഏതോ ഒരു വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നടുക്ക് എന്താണ് ഇങ്ങനെ ഒരു തിണ്ട് വന്നിട്ടുള്ളത്, ഒരു ദ്വീപ് പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ തിണ്ട് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നിരത്താന്ന് വെച്ചിട്ടാണ്. ഇപ്പം മഴയായതുകൊണ്ട് ഒന്നും തൊടാതെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് മണ്ണ് ഇടിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ ഭാഗത്തുണ്ടല്ലോ, അത് കഴിഞ്ഞ നമ്മൾ ഈ തറയെടുത്ത സമയത്ത്, വീട് പണിയാൻ വേണ്ടി തറയെടുത്ത സമയത്ത് ഇടിഞ്ഞതാണ്. ഞങ്ങളൊന്നും തൊട്ടിട്ടില്ല. കാരണം മഴ സമയത്ത് നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് മുറ്റം എന്തെങ്കിലും ഭംഗിയാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങൾ നോക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡ് വീടിൻ്റെ പുറം വശം കണ്ടിട്ടില്ല എന്ന് അന്ന് ഹോം ടൂർ ചെയ്തപ്പോൾ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 സൈഡിൽ നിന്ന് കാണാൻ അത്രയൊന്നുമില്ല. ഈ സൈഡ് എന്ന് വെച്ചാൽ തിണ്ടാണ്, അങ്ങോട്ടേക്ക് പറമ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സർവീസ് വയറൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. അപ്പം ഏതോ ഒരു വലിയ മരം വീണിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി കേട്ടോ. ഇതിപ്പോൾ രാത്രി സംഭവിച്ചതല്ല. ഞങ്ങളിപ്പോൾ വീഡിയോ എടുക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു 7 മണി 7:30 ആയപ്പോൾ ഒരു കാറ്റും മഴയും വന്നു കേട്ടോ. ആ സമയത്ത് എന്തെല്ലാമൊക്കെയോ പൊട്ടി വീഴുന്ന ഒച്ചയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മരമായിരുന്നു കേട്ടോ സൈഡിൽ വീണിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പേടി എന്താണെന്ന് വെച്ചാൽ, ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വീണതെങ്കിൽ നേരെ വീട്ടിലേക്കാണ് കേട്ടോ വീഴുക. ഈ മരമൊന്നും ഒരിക്കലും വീഴുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ട് തന്നെ ഇല്ല. അപ്പോൾ നേരെ വീണാൽ ചിമ്മിനിയിലേക്ക് നമ്മുടെ ടാങ്കും കാര്യങ്ങളൊക്കെ പൊടിയായി പോകുമായിരുന്നു കേട്ടോ. ഇങ്ങോട്ടേക്കാണ് വീണെങ്കിൽ ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഇത് അത്ര വലിയൊരു മരമായിട്ട് നമുക്ക് തോന്നുന്നില്ല.
പക്ഷെ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു മരമാണ് കേട്ടോ. ഇത് മഹാഗണിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പവും ഉണ്ട്. അപ്പോൾ സർവീസ് വയർ കണ്ടോ ഇങ്ങനെ വീണ് കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ച മരം വീണിട്ട് സർവീസ് വയർ മൊത്തം പൊട്ടിപ്പോയോ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ അതാണ് നോക്കുന്നത്. കാരണം പോസ്റ്റ് എങ്ങാനും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ 2 ദിവസത്തേക്ക് പിന്നെ കറണ്ട് നോക്കണ്ട. പക്ഷെ അങ്ങനെയൊന്നും പറ്റിയില്ല കേട്ടോ. എന്ന് വെച്ചാൽ മരത്തിന്റെ ചില്ല തട്ടിയിട്ട് ചെറുങ്ങനെ താഴത്തേക്ക് വീണിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏട്ടൻ അതൊക്കെ ശരിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ വീടിന്റെ അടുത്ത് ഇങ്ങനെ മരമൊക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോഴാണ് കേട്ടോ അതിന്റെ ഭീകരതയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ മരം ഉണ്ടായിരുന്നത്. നേരെ വീണിരുന്നെങ്കിൽ ഞങ്ങളുടെ ആ ചിമ്മിനിയും പിന്നെ നമ്മുടെ ആ ടാങ്കും അതിനകത്തേക്കാണ് കേട്ടോ വീഴ. അത്രയും വലിപ്പമുള്ള മരമാണ്. ആ മരം വന്ന് വീണ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് പൊട്ടിപ്പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കേട്ടോ. വീടിന്റെ ചുറ്റോട് ചുറ്റും ഇങ്ങനെ മരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല രസമാണ് കാണാൻ, കിളികളുടെ ശബ്ദവും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആ വീണ് കിടക്കുന്ന ആ മരത്തിൽ ഒരു അണ്ണാൻകുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും നോക്കും അതിനെ. അതിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരിക്കൽ കണ്ടിട്ടുണ്ട്, പിന്നെ കാണാൻ പറ്റിയില്ല. ഞാൻ എപ്പോഴും നോക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ അടുത്ത് മരങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു കാറ്റ് വന്നപ്പോഴാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ആ ഒരു ഭീകരതയൊക്കെ മനസ്സിലാവുന്നത്. പിന്നെ മുറ്റത്ത് നിറച്ചു ഇലകളാണ്. ഞാൻ മുമ്പത്തെ ഏതോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മുറ്റടിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ അടുത്ത് മരങ്ങളില്ലാത്തതുകൊണ്ട് മുറ്റത്ത് വീഴാൻ മാത്രമില്ലാന്ന്. പക്ഷെ കാറ്റുകൊണ്ട് ഇപ്പോൾ വീടിൻ്റെ ചുറ്റോട് ചുറ്റും ഇലകളാണ് കേട്ടോ. എല്ലാ ദിവസവും അടിക്കാതിരിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഞാൻ അടിച്ചിട്ടും കാര്യമില്ല കേട്ടോ. ഞാൻ അടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കാറ്റ് വരികയാണ്. ഇപ്പോഴത്തെ കാറ്റ് എന്താണെന്ന് വെച്ചാൽ അടിയിൽ കൂടെ വരുന്നതായിട്ടാണ് കേട്ടോ തോന്നുന്നത്. വെച്ചാൽ മേലെ മരങ്ങൾ അങ്ങനെ ഇളകുന്നതല്ല കാണുന്നത്. അടിയിൽ ഇങ്ങനെ പുല്ലൊക്കെ ഇല്ലേ, പുല്ല് തൊട്ട് അങ്ങോട്ട് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പേടിയാവും. നമ്മൾ ജനലിൽ കൂടെയൊക്കെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാറ്റിങ്ങനെ വരുന്ന കാണുമ്പോൾ പേടിയാവും. അപ്പം ഞാൻ അടിച്ചെടുക്കുന്ന ഇലകൾ പിന്നെയും അങ്ങോട്ടേക്ക് തന്നെ പറന്നു പോവുകയാണ്. പിന്നെ നമ്മൾ പറയില്ല എന്താ പോയ വഴി ഇതായില്ലെങ്കിൽ തെളിച്ച വഴി അടിക്കുക, അങ്ങനെ എന്താ പറയട്ടെ എനിക്കറിയില്ല. അപ്പോൾ അതേപോലെ ഞാൻ കാറ്റിൻ്റെ ദിശയിൽ അതേ രീതിയിൽ തന്നെ അടിച്ചു വിടുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഏതോ ഒരു വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുറ്റത്തൊക്കെ കാടാണല്ലോ, ആ കാടൊക്കെ ഒന്ന് കളഞ്ഞുകൂടെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പം ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ് കേട്ടോ. മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളിപ്പോൾ തൂമ്പ് വെച്ച് ഇളക്കാൻ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ കൈകൊണ്ട് പറിക്കാൻ പറ്റുന്ന കാടുകളൊക്കെ ഞാൻ അടിച്ചു തരുന്ന സമയത്ത് പറിച്ച് കളയലുണ്ട്. പിന്നെ മഴയൊക്കെ ഒന്ന് പോയിട്ട് വേണം ഇതൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുക്കാൻ, മുറ്റമൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട്. അപ്പം ഞാൻ വേഗം മുറ്റമൊക്കെ അടിച്ച് തീർത്തു കേട്ടോ. പിന്നെ ഞാൻ വേഗം അകത്ത് കയറിയിട്ട് രാവിലത്തെ പരിപാടികളൊന്നും തന്നെ ചെയ്തിട്ടില്ല. ചായക്കുള്ള പരിപാടികളൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കണം. പിന്നെ ആരോ കമന്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അജി ഹെയർ കെയർ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്നുള്ളത്, എങ്ങനെയാണ് അജി വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. ഡേ ഇൻ മൈ ലൈഫും ചെയ്യാം, അതിൻ്റെ കൂടെ ഹെയർ കെയർ നമ്മളിപ്പോൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സീരീസ് വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്നൊക്കെ കാണിക്കാം, അന്നത്തെ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് തലേദിവസം എല്ലാം റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ രാവിലെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇപ്പോൾ നോക്കുമ്പോൾ മഴയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കാറ്റും കുറവാണ്. കാറ്റുണ്ടോയെന്ന് വെച്ചാൽ കാറ്റുണ്ട്, പക്ഷെ മഴയും കാര്യങ്ങളൊന്നുമില്ല. നല്ല തെളിച്ചാണ് കേട്ടോ. രാത്രിയിലത്തെ ആ ഒരു ഭീകരതയൊന്നും രാവിലെ ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കുഞ്ഞൂസും ആ പ്രതീക്ഷയിലായിരുന്നു കേട്ടോ. അറിയാലോ നമ്മളെ കുഞ്ഞൂസിന് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് അതൊക്കെ ഉണ്ടാക്കാമെന്നുള്ള ഇതിലായിരുന്നു. പക്ഷേ ഇന്ന് സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ ഒരു 9:30-10 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചപ്പാത്തിക്കും മുട്ടക്കറിക്കും നിന്ന് കഴിഞ്ഞാൽ സമയം പോകും. അതുകൊണ്ട് ഞാൻ വേഗം ഉപ്പുമാവാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. ഉപ്പുമാവിൽ ഞാൻ ഇന്ന് പിന്നെ ക്യാരറ്റൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റവ ഉപ്പുമാവാണെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ കുഞ്ഞൂസിന് അമ്മ അപ്പുറത്ത് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞൂസിന് അപ്പുറത്തേക്ക് വിട്ടു. അപ്പം അവന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കഴിച്ചോളൂ കേട്ടോ. എവിടെയാണോ അവന് ഇഷ്ടപ്പെട്ട ഫുഡ് അവൻ നോക്കുന്നു. ഉച്ചയ്ക്ക് ഇവിടെ എന്താണ്, അവിടെ എന്താണ്, രാവിലെ എന്താണ്, അങ്ങനെ നോക്കൂട്ടോ. അപ്പോൾ അവൻ എവിടെയാണോ ഇഷ്ടം അവൻ അവിടെ നിന്ന് കഴിക്കും കേട്ടോ. പിന്നെ ഇന്ന് അവൻ്റെ അച്ചാച്ചിയും വീട്ടിലുണ്ട്. അപ്പോൾ അവൻ്റെ അച്ചാച്ചി ഉള്ള ദിവസം അവനെ ഇങ്ങോട്ടേക്ക് കിട്ടില്ല, ഫുൾ ടൈം അവിടെ തന്നെ ആയിരിക്കും. പിന്നെ റോസ്റ്റഡ് റവയാണ് കേട്ടോ. പിന്നെ എന്നാലും ഞാൻ ഒന്നും കൂടി വറുത്തിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കുക. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടുമല്ലോ. പിന്നെ എനിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഉപ്പുമാവിന് റവ ഇടുന്ന സമയത്ത് കട്ടയായി പോകും കേട്ടോ. ചില ഇങ്ങനെ കട്ട ഇങ്ങനെ വേവാതെ കിടക്കില്ല, അങ്ങനെ വരും. അത് എനിക്ക് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഞാൻ പരമാവധി ഉടച്ച് നോക്കും, എങ്കിലും ഞാൻ ചെറിയ പാത്രത്തിലൊക്കെ എടുത്തിട്ട് ഇടും, എങ്കിലും കുറച്ചൊക്കെ കട്ട വരും. ഇപ്പം ലേശമൊക്കെ ശരിയായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ വേഗം ഉപ്പുമാവ് ഉണ്ടാക്കി പിന്നെ വേഗം ചായക്ക് വെള്ളം വെച്ചു കേട്ടോ. കട്ടൻ ചായയാണ് കേട്ടോ രാവിലെ. ഇന്ന് രാവിലത്തെ ശരിക്കും പറഞ്ഞാൽ രാവിലത്തെ ഞാൻ എപ്പോഴും കാണിക്കുന്ന കാപ്പി ഉണ്ടല്ലോ, രാവിലെ ഇന്ന് കാപ്പി വരെ കുടിച്ചിട്ടില്ല. പുറത്തേക്ക് പോയിട്ട് ആ ഒരു ഇതിൽ അങ്ങനെ പോയിട്ട് അതുകൊണ്ട് രാവിലത്തെ കാപ്പിയൊന്നും കുടിച്ചില്ല. അപ്പോൾ വേഗം ചായ എടുത്തു, ഉപ്പുമാവും ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഉപ്പുമാവിൽ പഞ്ചസാര ഇട്ടിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഏട്ടന് പഞ്ചസാര ഇട്ട് കഴിക്കും, അല്ലെങ്കിൽ ഏട്ടന് ചായൻ്റെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം. ഞാൻ പരമാവധി മധുരമൊക്കെ കുറച്ച് കൊണ്ടുവരികയാണ്. പക്ഷെ എന്നാലും എനിക്ക് എന്താണെന്നറിയില്ല, മധുരത്തോട് അങ്ങ് മധുരം കുറയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് ചായ വെച്ച് ഞങ്ങൾ വേഗം രാവിലത്തെ ചായ കൂടി കഴിഞ്ഞു.
ഇനി എനിക്ക് എല്ലാം ഒന്ന് വേഗം ക്ലീൻ ചെയ്യണം കേട്ടോ. കാരണം വീഡിയോ എടുക്കുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് പണിയൊക്കെ ഒരുക്കിയിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ കുറച്ച് സമാധാനത്തോടെ വീഡിയോ എടുക്കുക. അല്ലെങ്കിൽ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ തന്നെ ഒരു മടുപ്പാവും കേട്ടോ. നമ്മൾ വിചാരിക്കും എന്താണ് ക്യാമറേന് മുന്നിൽ വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ വിചാരിക്കും. പക്ഷെ എന്നാലും നമുക്കത് ചെയ്ത് വരുമ്പോൾ ഒരു തലവേദനയും അങ്ങനത്തെ ഭയങ്കര ക്ഷീണമായിരിക്കും. വീഡിയോൻ്റെ മുന്നിൽ നമ്മളിങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് വന്നു കഴിയുമ്പോൾ ഒരു ക്ഷീണമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം വേഗം എല്ലാ പണികളും തീർത്തിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ അത് മാത്രമല്ല ഞാൻ ഇവിടെ നിന്നിട്ടാണ് വീഡിയോ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ നമ്മുടെ അടുക്കളയൊക്കെ കാണുമ്പോൾ വൃത്തി വേണ്ട. അതുകൊണ്ട് ഞാൻ എല്ലാം വേഗം കഴുകി പെറുക്കി വെക്കും. അടുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം തുടച്ച് വൃത്തിയാക്കും. പിന്നെ ഇന്ന് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. ഇത് എപ്പോഴാണ് നിങ്ങൾക്ക് വീഡിയോ വരിക എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞായറാഴ്ച ദിവസമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ആരെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേഗം എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ സമാധാനത്തോടെ വീഡിയോ എടുക്കാമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ നമ്മൾ ഹെയർ കെയർ വീഡിയോ ആണ് ഇപ്പോൾ ഒരു ചലഞ്ചാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സീരിയസ് വീഡിയോസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് താമസം മാറിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ചൊക്കെ തുടങ്ങുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ചലഞ്ച് തുടങ്ങാൻ പേടിയായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ചലഞ്ചൊന്നും അല്ല, മറ്റു ഹെയർ കെയർ വീഡിയോ ആണ്, ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിൽ നമ്മുടെ സൗകര്യമൊക്കെ അനുസരിച്ച് നമുക്ക് എപ്പോഴെങ്കിലൊക്കെ വീഡിയോ എടുത്തിട്ട്, എപ്പോഴെങ്കിലൊക്കെ എന്നല്ല എന്നാലും നമുക്ക് അങ്ങനെ വീഡിയോ എടുത്ത് ഇട്ടാൽ മതിയല്ലോ. പക്ഷെ നമ്മളൊരു ചലഞ്ച്, ഒരു സീരിയസ് വീഡിയോസൊക്കെ ആകുമ്പോൾ കറക്റ്റ് ദിവസങ്ങളിൽ വീഡിയോ വരണമല്ലോ. നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഹെയർ കെയറും ചലഞ്ചൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വീഡിയോ വരാൻ എന്നെക്കൊണ്ട് പറ്റുമോ, എനിക്കത് ചെയ്യാൻ വേണ്ടി പറ്റുമോ, അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. എങ്കിലും ഇപ്പം നമ്മളിപ്പോൾ 7ാമത്തെ ദിവസമായും തോന്നുന്നു. 7ാമത്തെ ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുവരെ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളും ഇല്ലാതെ പോയിട്ടുണ്ട്. 30 ദിവസം കറക്റ്റായിട്ട് പോകാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നുള്ളൊരിതുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരരുതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പാത്രം കഴുകലും അടുക്കള ഒന്ന് വൃത്തിയായി കഴിഞ്ഞിട്ട് ഞാൻ വേഗം എല്ലാം ഒന്ന് അടിച്ച് വാരിയിട്ടു. ഒന്ന് തുടച്ചിടണം കേട്ടോ. തുടച്ചിട്ടാലേ ഇതാകുന്നു. കാരണം നമ്മൾ നേരത്തെ പുറത്തൊക്കെ പോയിട്ട് അങ്ങനെ അകത്തൊക്കെ കയറി അകത്തൊക്കെ കുറച്ച് സിറ്റൗട്ടല്ല നമ്മളെ ഹാളിലൊക്കെ കുറച്ച് അഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ വേഗം ഒന്നെല്ലാം തുടച്ചിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. പിന്നെ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ കുറേ സമയം വേണ്ടി വരും കേട്ടോ. സമയം എന്ന് വെച്ചാൽ എനിക്ക് സംസാരിച്ചൊന്ന് റെഡിയായി വരാൻ തന്നെ കുറേ സമയം എടുക്കും. വീഡിയോ ഷൂട്ട് ചെയ്യാനും കുറേ സമയം എടുക്കും. ഇപ്പോൾ പിന്നെ ഹെയർ കെയർ വീഡിയോ എനിക്ക് പ്രശ്നമില്ല കേട്ടോ. നമ്മളിങ്ങനെ എടുത്തെടുത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ, എനിക്ക് എന്താണ് പറയേണ്ടതെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല. സ്പോട്ടിൽ എന്താണോ വരുന്നത് അത് സംസാരിക്കും. ആദ്യമൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ പഠിച്ചു വെക്കണം, ഇന്നത് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഹെയർ കെയർ വീഡിയോ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ അടിക്കലും തുടക്കലും വരലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഒരുങ്ങുകയാണ്. ഞാൻ ഡ്രസ്സ് മാറ്റുന്നില്ല കേട്ടോ. സമയമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് വീഡിയോ എടുക്കലില്ല. അപ്പോൾ വീട്ടിലിടുന്ന ആ ഡ്രസ്സ് ഞാൻ വേഗം മാറ്റും കേട്ടോ ഡ്രസ്സ്. പിന്നെ മുടി കഴിഞ്ഞ ദിവസം നമ്മൾ ഹെയർ ബൗൺസി ആവാനുള്ള ഒരു പാക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുടിയൊക്കെ ഇന്ന് കാണിക്കണം വീഡിയോയിൽ. അപ്പോൾ അതിന് വേണ്ടി വേഗം മുടിയൊക്കെ ഒന്ന് ചീകി റെഡിയാക്കി. പിന്നെ ഒരുങ്ങാന്ന് വെച്ചാൽ അങ്ങനെ അതില്ല, ലിപ്സ്റ്റിക് ഇടും കേട്ടോ. ലിപ്സ്റ്റിക് എനിക്ക് മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. അത് ഡേ ഇൻ മൈ ലൈഫിലാണെങ്കിലും രാവിലെ എണീറ്റ് വരുമ്പോൾ ലിപ്സ്റ്റിക് ഇടും കേട്ടോ. എൻ്റെ ചുണ്ടിൽ അത്യാവശ്യം നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ടാവുകൊണ്ട് ലിപ്സ്റ്റിക് ഇടും. പിന്നെ കൈമുട്ടിലൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കറുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാനിപ്പോൾ ഒന്നും ശ്രദ്ധിക്കലില്ല കേട്ടോ. സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഹെയർ കെയർ നമ്മളിപ്പോൾ ചലഞ്ച് ചെയ്യുന്നതുകൊണ്ട് കറക്റ്റായിട്ട് ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കുറച്ച് ബാക്കോട്ടൊക്കെ ആണ്. പിന്നെ എല്ലാം ശരിയായി വരും. ഇപ്പോൾ എല്ലാം ഒന്ന് സെറ്റായിട്ട് വേറെ താമസമൊക്കെ മാറി സെറ്റായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് സെറ്റായിട്ട് വരും കേട്ടോ. അപ്പം ഞാനിനി എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ ഏട്ടന് തിരക്കില്ലാത്ത ദിവസമാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല കേട്ടോ. ഏട്ടൻ എല്ലാ കാര്യങ്ങളും എനിക്ക് സെറ്റ് ചെയ്ത് തരും. ഞാൻ പോയി പ്രസൻറ്റ് ചെയ്താൽ മാത്രം മതി. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഏട്ടൻ നോക്കും. പിന്നെ ഏട്ടന് തിരക്കുള്ള ദിവസം, ഏട്ടന് പിന്നെ വർക്കുള്ള ദിവസമൊക്കെ ആണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് എടുക്കൽ ഭയങ്കര റിസ്ക് ആണ് കേട്ടോ. കാരണം ശരിയായോ, ഞാൻ ഓക്കെ ആണോ, അങ്ങനെയൊക്കെ നോക്കൽ എനിക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ചോദിക്കുന്നതാണ് ആരാണ് അജിക്ക് ഇങ്ങനെയൊക്കെ വീഡിയോസൊക്കെ എടുത്തു തരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. വേറെ ആരുമല്ല, ഏട്ടൻ തന്നെയാണ് കേട്ടോ. ഏട്ടൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും ആങ്ങളെയാണോ. ആങ്ങളെയല്ല, ഹസ്ബൻഡാണ് കേട്ടോ. ഏട്ടനാണ് എനിക്ക് എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തരുന്നത്. ഞാൻ പറഞ്ഞാലോ ഓക്കെ ആണോ? കറക്റ്റാണോ? പറയട്ടെ. ഹായ് തെറ്റിപ്പോയി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വെള്ളി വീഴുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ എത്രയായിരുന്നു? 7 ആണല്ലേ. ഒന്നും കൂടിയേ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 7 ആണ്. ഇവിടെയാണോ? കറക്റ്റാണോ? കാറ്റുകൊണ്ട് ഇങ്ങനെയല്ലേ? അയ്യോ, എൻ്റെ മുടി എവിടെ? പോരെ
ഏട്ടനെന്തിനാ ഓടി കയറി? എൻ്റെ അമ്മ എന്തൊരു കാറ്റാത്. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. ഒരു 10 മിനിറ്റിന്റെ കണക്ക് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ആ ചേർത്തുള്ള ഇൻഗ്രീഡിയൻസിന്റെ ആ ഒരു സത്ത് മൊത്തം നമുക്ക് ആ ഒരു വെള്ളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രണ്ടുണ്ടെങ്കിൽ മാത്രമേ ഹെയർ ഗ്രോത്ത് വാട്ടർ തയ്യാറാക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഹെയർ കെയർ വീഡിയോ കഴിഞ്ഞു കേട്ടോ. സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ ആയിരുന്നു. അതുകൊണ്ട് വലിയ പരിപാടികളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും സമയം പോയിട്ടോ. സമയം ഏകദേശം ഒരു 2:30-3 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മുടി കഴുകി അതിൻ്റെ കൂടെ ഞാൻ വേഗം കുളിച്ചു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കുളിക്കൽ പിന്നെ വൈകി പോകും. അപ്പോൾ ആ ഒരു പണി കഴിഞ്ഞല്ലോ. പിന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല. രാവിലത്തെ ഭക്ഷണം താമസിച്ച് കഴിച്ചുകൊണ്ട് വലിയ പ്രശ്നമില്ല. എന്നാലും നല്ല രീതിയിൽ വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചോറ് വേഗം തിളപ്പിക്കാൻ വെച്ചു. ഞാൻ ഇന്നലെ വെച്ച ചോറായിരുന്നു, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. കുഞ്ഞൂസ് അപ്പുറത്ത് കഴിച്ചു. എനിക്കും ഏട്ടനുള്ള ചോറ് മാത്രമാണ് കേട്ടോ. പിന്നെ ഞാൻ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം തുടച്ച് എടുത്തു വെച്ചു. പിന്നെ കറി ഉണ്ടാക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇന്നലത്തെ കുറച്ച് മോരുകറി ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ പൊതുവെ ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കുന്ന കൂട്ടത്തിലല്ല. ഒരു ദിവസം ഇപ്പം എന്തെങ്കിലും സാമ്പാറോ ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു ദിവസം തന്നെ ഒരു ചിക്കൻ, മീൻ, അങ്ങനെ മോരുകറി, സാമ്പാർ, അങ്ങനെ ഒരുപാട് കറികൾ ഉണ്ടാക്കാൻ എന്നെക്കൊണ്ട് പറ്റാറുമില്ല. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരുപാട് കറികൾ ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചിന്തിക്കോട്ടെ, ഇന്നിപ്പോൾ ഇത് വെച്ച് നാളത്തേക്ക് അതാവുമല്ലോ, അങ്ങനെ ചിന്തിക്കോട്ടെ. എനിക്ക് ഒരു ദിവസം കുറേ കറികളൊക്കെ വരുമ്പോൾ ടെൻഷനാണ്. ഞാൻ കുറച്ച് പിശുക്കിയിട്ടുള്ള കൂട്ടത്തിലാണ് കേട്ടോ. പിന്നെ ഏട്ടനാണെങ്കിലും കുഞ്ഞൂസിനാണെങ്കിലും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഇന്നത് വേണം അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഏട്ടന് ഞാൻ മോരുകറി വെച്ചു. ഏട്ടന് മോരുകറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് മിക്ക ദിവസം ഞാൻ മോരുകറി ഉണ്ടാക്കി വെക്കാറുണ്ട്. മുളക് ഇട്ടിട്ട് മോരുകറി വെക്കും കേട്ടോ. പച്ചമുളക് ഇട്ടിട്ട് മോരുകറി വെക്കുകയാണെങ്കിൽ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഇന്നത്തെ കറി എന്താണെന്ന് വെച്ചാൽ ഞാൻ ചോറെടുത്തു. ചൂട് ചോറിൽ നെയ്യ് ഇട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ നാരങ്ങാച്ചാറുണ്ട്, നാരങ്ങാച്ചാറും എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിലേക്ക് മുളകുണ്ട് കേട്ടോ, കാന്താരി മുളകുണ്ട്. കാന്താരി പിന്നെ സുർക്കയിലിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊരു 2 കൂടി കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ കറി ഇന്നത്തെ ഇതാണ്. ഏട്ടൻ മോരുകറി കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്ന് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഒപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ എടുക്കുന്ന ചില ദിവസങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഞങ്ങൾക്ക് കറിയൊന്നും വെക്കാനുള്ള സമയമൊന്നും കിട്ടൂല. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. ഞാൻ അച്ചാറോ ചമ്മന്തിയോ അങ്ങനെ കൊണ്ടൊക്കെ ഒപ്പിക്കും. പിന്നെ ഏട്ടനും കൂടി ഉണ്ടാവും. ഏട്ടൻ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എനിക്കൊരു വിഷമമാണ്. പിന്നെ കുഞ്ഞൂസ് വീട്ടിലുള്ള ദിവസം പരമാവധി ഞാൻ വീഡിയോ എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കൂട്ടോ. കാരണം സ്കൂളിൽ പോയി 2 ദിവസം അവൻ ആകെ വീട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ അവൻ്റെ കൂടെ ഒന്ന് ചിലവഴിക്കാനോ അവനെ ഒന്ന് ശ്രദ്ധിക്കാനോ ഉള്ള സമയം കിട്ടാറില്ല. പിന്നെ ചലഞ്ച് ആകുമ്പോൾ നമുക്ക് മാറ്റി വെക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ എടുത്തത്. പിന്നെ ഇനിയത്തെ എന്ന് വെച്ചാൽ ഇനി എനിക്ക് വൈകുന്നേരത്തെ പരിപാടികളും കാര്യങ്ങളും ഉണ്ട്. ഇന്ന് എനിക്ക് അങ്ങനെ റെസ്റ്റ് എടുക്കാനുള്ള സമയം ഇല്ലാട്ടോ. ഇനി വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കണം. ഉച്ചത്തേക്ക് ഒപ്പിച്ചു, ഇനി വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല. ഇനി അങ്ങോട്ട് ഷൂട്ട് ചെയ്താൽ ഒരുപാട് വീഡിയോയ്ക്ക് ലെങ്ത് ആവും. നിങ്ങൾക്ക് ചിലപ്പം ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.